CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. അംഗീകൃത ഷൂട്ടർമാരുടെ സഹായത്തോടെ ശനിയാഴ്ച രാത്രിയാണ് 14 പന്നികളെ വെടിവെച്ചു കൊന്നത്. പെരിന്തൽമണ്ണ നഗരസഭ നീന്തൽ പരിശീലിപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച ജലതരംഗം പദ്ധതിക്ക് തുടക്കം. നഗരസഭയിലെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് നീന്തൽ പരിശീലനം നടത്തുന്നത്. ലോകത്തെ ഏത് ജോലിക്കും അനുയോജ്യരായ പുതിയ തലമുറയെ വളർത്തിയെടുക്കണമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്കായി സംഘടിപ്പിച്ച മലപ്പുറം ജില്ലാതല സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അലനല്ലൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ശിലാസ്ഥാപന കർമ്മം മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി നിർവഹിച്ചു. അലനല്ലൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്ത് KT മുഹമ്മദ് സൗജന്യമായി നൽകിയ 5 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുക. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നു. അംഗീകൃത ഷൂട്ടർമാരുടെ സഹായത്തോടെ ശനിയാഴ്ച രാത്രിയാണ് 14 പന്നികളെ വെടിവെച്ച് കൊന്നത്. സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള നിബന്ധനകൾ പ്രകാരം മേക്കളപ്പാറ പ്രദേശത്ത് പന്നികളെ കുഴിച്ചിട്ടു. വനംവകുപ്പ് ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ ഭീമനാട്, വാർഡ് മെമ്പർ നിജോ വർഗീസ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KR മനോജ്, കർഷകർ എന്നിവർ നേതൃത്വം നൽകി. കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ പന്നിശല്യത്തിന്റെ കാരണത്താൽ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഓർഡറിട്ട അടിസ്ഥാനത്തിൽ വനപാലകരും ഷൂട്ടേഴ്സും വന്ന് 14ഓളം പന്നികളെ വെടിവെക്കുകയും അത് നിയമാനുസരണം അതിനെ മറവുകയും ചെയ്തു. ഇനിയും പരാതികളുണ്ട്. അടിസ്ഥാനത്തിൽ വീണ്ടും ഇതിനെ ഉത്തരവിടുന്നതാണ്. ഗ്രാമപഞ്ചായത്തിലെ മറ്റു വാർഡുകളിലും ഇത്തരത്തിൽ കൃഷി നശിപ്പിക്കുന്ന പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ദൌത്യനിർവഹണം നടത്തുന്നതാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന, സെക്രട്ടറി KR മനോജ് എന്നിവർ അറിയിച്ചു. CCN ചത്തല്ലൂർ. പെരിന്തൽമണ്ണ നഗരസഭ നീന്തൽ പരിശീലിപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച ജലതരംഗം പദ്ധതിക്ക് തുടക്കമാകുന്നു. നഗരസഭയിലെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് നീന്തൽ പരിശീലനം നടത്തുന്നത്. പുതിയ തലമുറ നീന്തൽ അറിയണമെന്ന നഗരസഭയുടെ കാഴ്ചപ്പാടിന്റെയും ദുരന്ത നിവാരണ നയത്തിന്റെ കൂടി ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് വാർത്താസമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ P ഷാജി പറഞ്ഞു. ഡിസംബർ 23 തിങ്കളാഴ്ച കുന്നപ്പള്ളി കളത്തിലക്കരയിലെ കൈതക്കുളം പരിസരത്ത് വെച്ച് നടക്കുന്ന പരിപാടി നഗരസഭാ ചെയർമാൻ P ഷാജി ഉദ്ഘാടനം ചെയ്യും. സിവിൽ ഡിഫൻസ്, ഫയർഫോഴ്സ്, ട്രോമ കെയർ എന്നിവരുടെ സഹായത്തോടെ 50 വിദ്യാർത്ഥികൾ അടങ്ങുന്ന ബാച്ചുകളായാണ് നീന്തൽ പരിശീലിപ്പിക്കുന്നത്. നമ്മുടെ നഗരസഭയിലെ തന്നെ സന്നദ്ധരായിട്ടുള്ള കുറെ വളണ്ടിയർമാരെ ഇതിനു വേണ്ടി സന്നദ്ധരായിട്ടുള്ള ദുരന്ത നിവാരണ സേന ഒരു സുസജ്ജമായൊരു സേന നമുക്കുണ്ടാവും. അത് സസ്റ്റൈനബിൾ, നമ്മൾ എന്നും നിലനിൽക്കുന്ന ഒരു സേനയാണ്. അതിൽ നിന്നുള്ള വന്നിട്ടുള്ള ഒരു ആശയമാണ് കുറെ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. അതിനുള്ള ആശയമാണ് വിദ്യാർത്ഥികളെ നീന്തൽ പഠിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ നീന്തൽ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നീന്തൽ കുളങ്ങളുമാണ്. അല്ലാതെ വെറുതെ ഞങ്ങൾ ആഗ്രഹം കൊണ്ട് പോയിട്ടില്ല. നമ്മളെ പെരിന്തൽമണ്ണയിൽ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമാണ് ഉള്ളത് നീന്തൽ പരിശീലിപ്പിക്കാനുള്ള കുളങ്ങൾ. നമുക്ക് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ നഗരസഭ നടപ്പാക്കിയിട്ടുള്ള ഒരു പദ്ധതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഏകദേശം 16 കുളങ്ങളാണ് വീണ്ടെടുക്കുകയും നന്നാക്കുകയും. അതില് ഈ കണക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇനി വരാൻ പോകുന്ന സമയത്ത് കിട്ടാവുന്ന 2 പദ്ധതികൾ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 2,18 ലക്ഷം രൂപ. നഗരസഭ 2,18 ലക്ഷം രൂപ ചിലവഴിച്ച് നവീകരിച്ച 16ഓളം കുളങ്ങളിൽ കൈതക്കുളത്തിന് പുറമെ പരിശീലനത്തിന് അനുയോജ്യമായ പാതായ്ക്കരയിലെ കോരക്കുളം, എരവിമംഗലത്തെ ചോലക്കുളം തുടങ്ങിയ കുളങ്ങളിലാണ് ആദ്യഘട്ട പരിശീലനം നടക്കുക. സ്കൂൾ നിശ്ചയിക്കുന്ന ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലുമായി ബാച്ച് അടിസ്ഥാനത്തിൽ നീന്തൽ പഠിക്കാൻ താൽപ്പര്യമുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും നീന്തൽ പരിശീലനം ലഭ്യമാക്കും.
വാർത്താ സമ്മേളനത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അമ്പിളി മനോജ്, മൻസൂർ നെച്ചിയിൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ ശിവൻ എന്നിവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. ലോകത്തെ ഏത് ജോലിക്കും അനുയോജ്യമായ പുതിയ തലമുറയെ വളർത്തിയെടുക്കണമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്കായി സംഘടിപ്പിച്ച മലപ്പുറം ജില്ലാതല സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏത് രീതിയിലുള്ള അവസരങ്ങളും ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞ 4 വർഷത്തെ കേരളത്തിലെ യുവാക്കൾ 6 ലക്ഷത്തോളമാണ് പുറത്തുപോയത്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽ കൊടുത്തത് നമ്മളല്ലേ. അതിന് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതല്ലേ ഏറ്റവും വലിയ കാര്യം. ഇതിൽ തന്നെ 20% കുട്ടികൾ പുറത്തുപോയി പഠിച്ചു വരും. ആ പഠിക്കാനുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യം ഒരുക്കില്ലേ നമ്മളെ വിദ്യാഭ്യാസ രീതിയില്ല കൊണ്ടുവന്ന മാറ്റം അതിന് സഹായകരമായി എന്നതാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷം വരാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാതെ പോകാൻ കഴിയും. അത് നമുക്ക് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യലും ചെറുതായി ഇപ്പോൾ ആ റെമിറ്റൻസ് ബാധിച്ചു വന്നിട്ടുണ്ട്. കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസും ജില്ലാ ഭരണകൂടവും ജില്ലാ നൈപുണ്യ സമിതിയും സംയുക്തമായാണ് നൈപുണ്യ പരിശീലനം നൽകുന്ന പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്കായി ജില്ലാതല സമ്മിറ്റ് സംഘടിപ്പിച്ചത്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള കോഴ്സുകളും കേരളത്തിലേക്ക് കൊണ്ടുവരാനാകുമെന്നും ഏറ്റവും പുതിയ ടെക്നോളജി അടിസ്ഥാനമാക്കിയുള്ള കോഴ്സുകൾ ആരംഭിക്കാൻ ഇന്ന് നമുക്ക് കഴിയുന്നുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ജില്ലാ കളക്ടർ VR വിനോദ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് കളക്ടർ VM ആര്യ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്ലാനിംഗ് ഓഫീസർ AD ജോസഫ്, വിനോദ്, P അനൂപ് എന്നിവർ സംസാരിച്ചു. CCN മലപ്പുറം. ആലപ്പുഴയിൽ വെച്ചു നടന്ന സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഫാത്തിമ സുഹറ, അഭിൻ ദേവ് എന്നിവരാണ് പങ്കെടുത്തത്. ഇതിൽ റെക്സിൻ ക്യാൻവാസ് വിഭാഗത്തിൽ ഫാത്തിമ സുഹറയ്ക്ക് A ഗ്രേഡോടെ 2ാം സ്ഥാനവും കോയർമാറ്റ് വിഭാഗത്തിൽ അഭിൻ ദേവിന് A ഗ്രേഡ് ലഭിക്കുകയും ചെയ്തു. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വർക്ക് എക്സ്പീരിയൻസ് അധ്യാപികയായ ജിജി സുധീറിന്റെ ശിക്ഷണത്തിലാണ് 2 വിദ്യാർത്ഥികളും സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്തത്. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൂർണ്ണ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു വിജയത്തിൽ എത്തിച്ചേരാൻ സാധിച്ചതെന്ന് ഫാത്തിമ സുഹറ പറഞ്ഞു. പ്രോഡക്റ്റ് യൂസിങ് റെക്സിൻ ക്യാൻവാസ് എന്ന വിഭാഗത്തിൽ എനിക്ക് 2ാം സ്ഥാനം ലഭിച്ചു. ഞാൻ പഠിക്കുന്ന പ്രസൻറ്റേഷൻ സ്കൂളിലെ എൻ്റെ വർക്ക് എക്സ്പീരിയൻസ് മിസ്സായ ജിജി മിസ്സും എൻ്റെ സ്കൂളിലെ HM ആയ പ്രിൻസി സിസ്റ്ററും പിന്നെ എൻ്റെ മറ്റു ടീച്ചേഴ്സിൻ്റെയും എൻ്റെ പാരൻസിൻ്റെയും എല്ലാ സപ്പോർട്ടോടു കൂടിയാണ് എനിക്ക് ഈ വിജയം കൈവരിക്കാൻ സാധിച്ചത്. പെരിന്തൽമണ്ണ കക്കൂത്ത് പാതാരി വീട്ടിൽ യൂസഫിൻ്റെയും മുബീന യൂസഫിൻ്റെയും മൂത്ത മകളാണ് ഫാത്തിമ സുഹറ. പെരിന്തൽമണ്ണ കാലിക്കറ്റ് റോഡിൽ തെലക്കപ്പുറത്ത് വീട്ടിൽ സുധേവന്റെയും ചിത്രയുടെയും മൂത്ത മകനാണ് അഭിൻ ദേവ്. സംസ്ഥാന തലത്തിൽ തിളക്കമാർന്ന വിജയം കൈവരിച്ച ഈ 2 കുട്ടികളും സ്കൂളിന്റെ അഭിമാനമാണെന്ന് ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ പ്രിൻസി ജോസ് പറഞ്ഞു. അവരുടെ അധ്വാനം നന്നായിട്ടുണ്ട്, കഠിനാധ്വാനം നല്ലോണം ഉണ്ടായിരുന്നു. അതുപോലെ അവർ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടാണ് അവർക്ക് കിട്ടിയത്. അതുപോലെ അവരെ പരിശീലിപ്പിച്ച ടീച്ചേഴ്സും ജിജി മിസ്സും ഒക്കെ നല്ല ആത്മാർത്ഥമായിട്ട് മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് അവരുടെ മാതാപിതാക്കളാണ്. അതുപോലെ അവരുടെ ഒപ്പം നിന്ന് എന്തിനും റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആയിട്ട് അവരുടെ കൂടെ നിന്നതുകൊണ്ടാണ് മക്കൾക്ക് ഈ ഒരു സമ്മാനം കിട്ടിയത്. ശരിക്കും അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ്. ഇനിയും അവരുടെ 2പേരുടെയും ലൈഫിൽ ഒത്തിരി നേട്ടങ്ങളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ ഇതുമാത്രമല്ല, പഠനത്തിലും 2 കുട്ടികളും വളരെ മികച്ചായിട്ട് അവർ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു സമയമാണ്. അങ്ങനെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് തന്നതിന് ഈശ്വരനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. തനിക്ക് പകർന്നു കിട്ടിയ അറിവുകളെ കുട്ടികൾക്ക് പകർന്നു നൽകി അവരെ ഉന്നത വിജയത്തിൽ എത്തിക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ടെന്ന് വർക്ക് എക്സ്പീരിയൻസ് അധ്യാപിക കൂടിയായ ജിജി സുധീർ പറഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷം, അതിനുപരി എനിക്ക് അഭിമാനവും തോന്നി. എന്തായാലും അവർ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഗുണം അവരവിടെ ചെന്നാൽ അവർക്ക് കിട്ടി. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. ഇതുപോലത്തെ ഈ 2 കുട്ടികൾ നല്ല ആക്റ്റീവായ കുട്ടികളാണ്. എല്ലാത്തിനും നല്ല പങ്കെടുക്കുന്ന, പഠിക്കാനും അതുപോലെ തന്നെ സ്പോർട്സിനും അതുപോലെ തന്നെ ഡ്രോയിങ്ങിലും ഒക്കെ നല്ല കഴിവുള്ള കുട്ടികളാണ്. നമ്മൾ കുട്ടികൾ പറഞ്ഞു കൊടുത്തത് അതേപോലെ തന്നെ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം തോന്നി. സംസ്ഥാന ശാസ്ത്രോത്സവത്തിലെ വിജയത്തിന് പിന്നാലെ വാട്ടർ കളർ, കാർട്ടൂൺ എന്നിവയിൽ കേരളോത്സവത്തിൽ മികച്ച പ്രകടനം നടത്തിയാണ് ഫാത്തിമ സുഹറ മുന്നേറുന്നത്. വരും നാളുകളിൽ പെരിന്തൽമണ്ണയ്ക്കു തന്നെ അഭിമാനിക്കാവുന്ന താരങ്ങളായി ഇവർ മാറും. CCN
പെരിന്തൽമണ്ണ. അലനല്ലൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ശിലാസ്ഥാപന കർമ്മം മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി നിർവഹിച്ചു. അലനല്ലൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്ത് KT മുഹമ്മദ് സൗജന്യമായി നൽകിയ 5 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുക. 150ഓളം രോഗികൾക്ക് ഹോം കെയർ പരിചരണം നൽകുന്ന പാലിയേറ്റീവ് കെയർ സൊസൈറ്റി നിലവിൽ അലനല്ലൂർ ഇസ്ലാമിക് ട്രസ്റ്റിന്റെ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. സ്വന്തമായൊരു കെട്ടിടമെന്ന ലക്ഷ്യമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി നിർവഹിച്ചു. കേരളം ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് മറ്റ് പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് പറയാറുണ്ട്. ആ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനത്തും നല്ലൊരു വിഭാഗം ആളുകൾ കഷ്ടപ്പാടും കണ്ണീരുമായി താമസിക്കാൻ സൗകര്യപ്രദമായ വീടില്ലാതെ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സ്ഥിതി അനുവദിക്കാതെ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ ഒരുപക്ഷെ പണ്ടുള്ള അത്ര ഇല്ല, അതിൽ നിന്ന് കുറവ് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഓരോ പ്രദേശത്തും കുറേ ആളുകൾ അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. അവരുടെ ആവശ്യങ്ങൾ ഗവൺമെൻറ് മുഖേന പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ നാട്ടിലുള്ള ഇതുപോലെ ആളുകൾ സംഘടന രൂപീകരിച്ച് കിടപ്പ് രോഗികളെ അവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയും അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി ശേഖരിക്കുന്നതിനും ഒക്കെ മുന്നിട്ടിറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാനാകും. ഒരുപക്ഷെ അത്തരം പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ SK ശശിപാൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത, അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജന സത്താർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷ B ആറാട്ടുതൊടി, ജില്ലാ പഞ്ചായത്ത് അംഗം M മെഹർബാൻ തുടങ്ങിയവർ പങ്കെടുത്തു. കെട്ടിട നിർമ്മാണത്തിലേക്ക് ചടങ്ങിൽ വിവിധയാളുകൾ സംഭാവന നൽകി. കെട്ടിട നിർമ്മാണത്തിന്റെ ആ മഹത്തായ മനസ്സിന് നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയുന്നതാണ്. സുഹൃത്താണ് ഷംസ് തങ്ങൾ കൈമാറുന്നത്. അദ്ദേഹം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം സജീവമായിട്ട് തന്നെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതുപോലെ സ്ഥലം വിട്ടു നൽകിയ KT മുഹമ്മദ് ഖാനെ ചടങ്ങിൽ ആദരിച്ചു. ഈ നാടിന്റെ സ്നേഹാദരം 2000 അടി ചതുരശ്ര വലിപ്പത്തിൽ ഇരുനിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുക. കഴിഞ്ഞ 2 വർഷമായി അലനല്ലൂരിലും പരിസരങ്ങളിലും അവശത അനുഭവിക്കുന്ന മാറാരോഗികൾക്കും കുടുംബങ്ങൾക്കും ആശ്രയമാണ് അലനല്ലൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ സേവനം. CCN ചത്തല്ലൂർ. അമ്പലപ്പാറ വേങ്ങശ്ശേരി NSS ഹൈസ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. NSS ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് M മോഹനൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഹെഡ്മാസ്റ്റർ M ശശികുമാർ അധ്യക്ഷത വഹിച്ചു. അനീഷ് മാധവൻ ഗാനമേള അവതരിപ്പിച്ചു. കരോൾ ഗാനം, സംഘനൃത്തം, പാട്ട് തുടങ്ങിയ കലാപരിപാടികളും ഉണ്ടായിരുന്നു. CCN കടമ്പഴിപ്പുറം. SDPI പാലക്കാട് ജില്ലാ പ്രതിനിധി സഭ ഷൊർണൂരിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PR സിയാദ് ഉദ്ഘാടനം ചെയ്തു.
നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിനെതിരെ സർക്കാർ വിപണിയിൽ ഇടപെടുക, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ട്രയാങ്കുലർ സ്റ്റേഷനാക്കി മാറ്റുക, വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ പ്രതിനിധി സഭയിൽ അവതരിപ്പിച്ചു. 2024-27 വർഷ കാലയളവിലേക്കുള്ള പുതിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. സംസ്ഥാന സെക്രട്ടറി അൻസാരി, സംസ്ഥാന സമിതി അംഗം VM ഫൈസൽ, STDU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ഖാജ ഹുസൈൻ എന്നിവർ സംസാരിച്ചു. CCN ഷൊർണൂർ. മലപ്പുറം കോട്ടപ്പടി പെട്രോൾ പമ്പിന് സമീപത്തെ ഹോട്ടലിൽ നിന്ന് ഓടയിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നതായി കണ്ടെത്തി. ഹോട്ടൽ അടയ്ക്കാൻ നഗരസഭ ആരോഗ്യ വിഭാഗം നോട്ടീസ് നൽകി. മലിനജലം സ്വന്തമായി സംസ്കരിക്കാൻ ഇടം കണ്ടെത്തിയ ശേഷം മാത്രം സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാവൂവെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. ഓടയിലേക്ക് തുറന്നുവെച്ച മലിനജല പൈപ്പുകൾ നഗരസഭ അധികൃതർ അടച്ചു. പരിശോധനയ്ക്ക് ക്ലീൻ സിറ്റി മാനേജർ K മധുസൂദനൻ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ A മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി. CCN മലപ്പുറം. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി സർവീസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപാട് യന്ത്രങ്ങൾ അത് സബ്സിഡി മുഖേന നമുക്ക് ലഭിച്ചതായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിയതായിരിക്കാം. അത് കേട് വന്നു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു മൂലയ്ക്കിടുക എന്നതിലപ്പുറം നമുക്കറിയാം, കുറേ കാലങ്ങൾക്ക് മുന്നേയൊക്കെ നമ്മുടെ കൃഷി വകുപ്പ് മുഖേന തന്നെ ഒരുപാട് പേർക്ക് കാർഷിക യന്ത്രങ്ങൾ, പ്രത്യേകിച്ച് ട്രാക്ടർ, ടില്ലർ പോലെയുള്ള വലിയ യന്ത്രങ്ങൾ കൊടുത്തിട്ട് അത് ഉപയോഗിക്കാതെ നാശം വന്നു പോയത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു അവസരം കിട്ടുമ്പോൾ നമ്മുടെ യന്ത്രത്തിന് എന്താണോ കേട് എന്നുള്ളത് നമുക്കറിയാലോ, അസുഖം അറിഞ്ഞ് ചികിത്സിക്കണം എന്നുള്ളതാണ് പറയുക. അപ്പോൾ നമ്മുടെ യന്ത്രത്തിന് എന്താണോ കേട് എന്നുള്ളത് നോക്കിയിട്ട് അത് മാറ്റി നമുക്ക് ആ യന്ത്രം പൂർവ്വസ്ഥിതിയിലാക്കി നമുക്ക് ഉപയോഗിക്കാൻ, കർഷകർക്ക് ഉപയോഗിക്കാൻ തരത്തിലാക്കി എടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പം കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് വാർഷിക പദ്ധതിയുടെ ഭാഗമായി കൃഷിവകുപ്പിന്റെയും സഹകരണത്തോടെയാണ് സർവീസ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സെയ്ദലവി അധ്യക്ഷനായി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ VK ശ്രീജ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുഹാസ് പദ്ധതി വിശദീകരണവും നടത്തി. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത കർഷകരുടെ കാർഷിക യന്ത്രങ്ങൾ ക്യാമ്പിൽ റിപ്പയർ ചെയ്ത് നൽകി. ക്യാമ്പിൽ എത്തിക്കാൻ കഴിയാത്ത യന്ത്രങ്ങൾ കൃഷിസ്ഥലത്തെത്തി പരിശോധിച്ച് നൽകി. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം VT ഭട്ടതിരിപ്പാട് കോളേജിലെ പൂർവ്വ NSS വോളണ്ടിയർമാരുടെ കൂട്ടായ്മയായ മനസ്സിന്റെ ദ്വിദിന ക്യാമ്പിന് സമാപനം. ഒറ്റപ്പാലം MLA K പ്രേംകുമാർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൂട്ടായ്മയുടെ സംഘബോധത്തിന്റെ അതിൻ്റെ എല്ലാം ഭാഗമായി ഉണ്ടാകുന്ന ഐക്യത്തിൽ നിന്നാണ് നമ്മുടെ നാട്ടിലും സമൂഹത്തിലും അതിലൂടെ നമ്മുടെ വീട്ടിലുമൊക്കെ നമുക്ക് കൂടുതൽ മികച്ച മനുഷ്യരായി മാറാനും നാടിന് സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും കഴിയുന്ന അത്തരം സാമൂഹ്യ ബോധമുള്ള മനുഷ്യരായി മാറാനും നമുക്ക് സാധിക്കുക. അതിനെല്ലാം ഉതകുന്ന നിലയിൽ ഈ പ്രവർത്തനങ്ങൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും NSS മുൻ വളണ്ടിയർ എന്ന നിലയിൽ കൂടിയുള്ള സന്തോഷം നിങ്ങളോടെല്ലാം പങ്കുവെച്ചുകൊണ്ട് ഏവർക്കും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്രിസ്മസ് നവവത്സര ആശംസകൾ കൂടി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പുഴയോരം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സഹകരണത്തോടെ വടക്കൻ വെള്ളിനേഴിയിൽ പുഴയോരത്താണ് വാർഷിക ക്യാമ്പ് സംഘടിപ്പിച്ചത്. വാർഡ് മെമ്പർ ബിന്ദു, രാജേഷ് സംസ്കൃതി, VTB കോളേജ് റിട്ടയർഡ് അധ്യാപകരായ കൃഷ്ണൻ നമ്പൂതിരി, നാരായണൻ നമ്പൂതിരി, വോളണ്ടിയർ SK മുരളി, വിനോദ് കുമാർ, ക്ലബ് മെമ്പർ രാജൻ, നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. കള്ളം കൊട്ടി കളക്കോല്
CCN കടമ്പഴിപ്പുറം. അവകാശ പോരാട്ടങ്ങളുടെ അഭിമാന വർഷങ്ങൾ എന്ന പ്രമേയത്തിൽ കോഴിക്കോട് നടക്കുന്ന കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളന പ്രചരണാർത്ഥം ഏറനാട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് മാരത്തോൺ സംഘടിപ്പിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഹാരിസ് ആമിയാൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് പി അക്ബർ അലി അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി അനീസ് കൂരിയാടൻ, സെക്രട്ടറി സ്വാലിഹ് മാടമ്പി എന്നിവർ നേതൃത്വം നൽകി. CCN മലപ്പുറം. പാറൽ വീട്ടിക്കാട് MLP സ്കൂൾ ഒരുക്കിയ ചെറുധാന്യങ്ങളുടെ പ്രദർശനവും വിവരണവും ശ്രദ്ധേയമായി. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം HM KK റൈഹാനത്ത് നിർവഹിച്ചു. കമ്പ്, മണിച്ചോളം, പഞ്ഞപ്പുല്ല്, റാഗി, തിന, ചാമ, മുതിര, വരക്, എള്ള്, ചണവിത്ത്, കെറേലി, പനിവരക് തുടങ്ങിയ ചെറുധാന്യങ്ങളാണ് പ്രദർശനത്തിൽ. വിദ്യാർത്ഥികൾക്കായി കോറപ്പായസവും ഒരുക്കിയിരുന്നു. സ്റ്റാഫ് സെക്രട്ടറി ഹുസൈൻ പാറൽ അധ്യക്ഷത വഹിച്ചു. CCN പെരിന്തൽമണ്ണ. സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിന് തിളക്കമാർന്ന നേട്ടം. റെക്സിൻ ക്യാൻവാസ്, സ്ക്വയർമാറ്റ് എന്നീ വിഭാഗങ്ങളിൽ മത്സരിച്ച ഫാത്തിമ, സുഹറ, അഭിൻദേവ് എന്നിവരാണ് നേട്ടം കൈവരിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. അംഗീകൃത ഷൂട്ടർമാരുടെ സഹായത്തോടെ ശനിയാഴ്ച രാത്രിയാണ് 14 പന്നികളെ വെടിവെച്ചു കൊന്നത്. പെരിന്തൽമണ്ണ നഗരസഭ നീന്തൽ പരിശീലിപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച ജലതരംഗം പദ്ധതിക്ക് തുടക്കം. നഗരസഭയിലെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് നീന്തൽ പരിശീലനം നടത്തുന്നത്. ലോകത്തെ ഏത് ജോലിക്കും അനുയോജ്യരായ പുതിയ തലമുറയെ വളർത്തിയെടുക്കണമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്കായി സംഘടിപ്പിച്ച മലപ്പുറം ജില്ലാതല സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അലനല്ലൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ശിലാസ്ഥാപന കർമ്മം മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി നിർവഹിച്ചു. അലനല്ലൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്ത് KT മുഹമ്മദ് സൗജന്യമായി നൽകിയ 5 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുക. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.